കേരളത്തിൽ നിന്നല്ല നമ്മുടെ പുറം രാജ്യങ്ങളിൽ വരെ ചർച്ചാ വിഷയമായ നമ്മുടെ നാഷണൽ ഹൈവേയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ നമ്മളെ കൂരാട് പാലത്തിലെ ഭാഗത്താട്ടോ ഞാൻ നിൽക്കുന്നത്. കണ്ടി ഞങ്ങൾ ഈ വക സാധനങ്ങളൊക്കെ പടുത്തുണ്ടാക്കാൻ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, നല്ലോണം ചിന്തിക്കണം. കണ്ടി ഞങ്ങൾ ഇത്രയും നല്ല സുന്ദരമായ ഒരു ലൊക്കേഷൻ ഇനി നമ്മളെ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നല്ലൊരു സംശയമുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ട് മുഴുവനായിട്ട് കണ്ടുനോക്കി ഇതിൻ്റെ ഫുള്ള് വ്യൂ ഞാൻ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളെ നാട്ടുകാർക്ക് പോലും അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് സർവീസ് റോഡിലൂടെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലെ ആളുകൾക്കൊക്കെ തന്നെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അത് കണ്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിട്ടോ. കാരണം അത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം ഈ നമ്മുടെ ഒരു വട്ടപ്പാറ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്ഥലം കണ്ടിട്ടില്ല. കാരണം അത്യാവശ്യം ഹൈറ്റിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. ഇതിപ്പോൾ ഹൈറ്റില്ലാത്തതുകൊണ്ട് ഞാൻ റോട്ടിൽ നിന്നാണ് കണ്ടില്ലേ. വർക്കുകളൊക്കെ നല്ല തകൃതിയായിട്ട് നല്ല വൃത്തിയിൽ ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതാനും ദിവസങ്ങൾക്കകം ഈ ഒരു പാത തുറന്നു കൊടുക്കും, ഇതിൻ്റെ ചെറിയൊരു ഭാഗം തുറന്നു കൊടുക്കും എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അപ്പോൾ പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ആക്കിക്കോളി. ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ കേട്ടോ. കാരണം പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൈഡിലെല്ലാം ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രാത്രി കാലങ്ങൾ ഇപ്പോൾ ഇതുവരെയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. കാരണം ഇവിടെ പുറത്തുള്ള കാഴ്ച കണ്ടില്ലേ, നമ്മളെ സർവീസ് റോഡാട്ടത്. സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് ചെറിയ പൊളി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ പാടാണ്, കൂരാട് പാലാണ്. ആ പാലത്ത് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് ഇതുപോലത്തെ ഉള്ളൊരു വ്യൂ ഉള്ളത് നമ്മളൊരു അഭിമാനമാണ്. നമ്മൾ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോയുള്ള പൈപ്പുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹോളിലൂടെ നമുക്ക് വെള്ളം ഒഴുക്കി വിടാനുള്ള ചെറിയൊരു സമ്പ്രദായം ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. കണ്ടോ കേട്ടോ. ഇത് നമ്മളെ കുളപ്പുറത്തുനിന്ന് വരുന്ന ഭാഗം കേട്ടോ. കുളപ്പുറത്തുനിന്ന് വരുന്ന ഭാഗമാണ്. അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കുളപ്പുറത്തുനിന്ന് വന്നിട്ട് നേരെ പോയിട്ട് നമ്മളെ കക്കാട് കൂരിയാട് ഭാഗത്തുള്ള റോഡാട്ടോ. കണ്ടി ഞങ്ങൾ ഏകദേശം ഇവിടെ വരെ കേട്ടോ വർക്ക് ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നമ്മളെ സൈഡിലെ ഈ ഡിവൈഡർ കാര്യങ്ങളൊക്കെ ഈ ഒരു എൻഡിലാട്ടോ. നമ്മൾ എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കക്കാട് ഭാഗത്താണ് ഇതിൻ്റെ ലാസ്റ്റ്. കൂരിയാട് പാലത്തിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കക്കാട് ഭാഗം കേട്ടോ. ഇത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ഇപ്പോൾ തുടക്കമായതുകൊണ്ട് വർക്ക് മുഴുവനായി ആളുകൾ ഉപയോഗം തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയതുകൊണ്ടാണ് ഇത്രയും ഫിനിഷിങ്. ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റും വെളിച്ചം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് വേറെ സത്യം കേട്ടോ. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് വർക്ക് ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് ജനങ്ങൾക്ക് ഈ ഒരു ഭാഗം കൂടി തുറന്നു കഴിഞ്ഞാൽ നമ്മളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റൂട്ടുകളിൽ ഏകദേശം ഭാഗമൊക്കെ നമുക്ക് നാഷണൽ ഹൈവേയിൽ യാത്ര ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇത് നമ്മളെ കുളപ്പുറം ഭാഗത്തുനിന്ന് വരുന്നൊരു വ്യൂ ആയിട്ടത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളെ കൂരിയാട് കക്കാട് ഭാഗത്തെ വ്യൂ ആണിത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല വളഞ്ഞിങ്ങനെ ഒടിച്ച് നമ്മളെ വട്ടപ്പാറ പഴയ വട്ടപ്പാറ വളവിൻ്റെ ആ ഒരു ഫീലാണ് ഇവിടെ വരുന്നത്. പണ്ട് വട്ടപ്പാറ വളവ് കൂടി നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വളഞ്ഞൊടിഞ്ഞ് ഇങ്ങനെ ഒരു വരുന്നൊരു ഇല്ലേ. ഇത് നമ്മളെ കുളപ്പുറത്തുനിന്ന് വരുന്ന ഭാഗം കേട്ടോ. കുളപ്പുറത്തുനിന്ന് വരുന്ന ഭാഗമാണ്. അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കുളപ്പുറത്തുനിന്ന് വന്നിട്ട് ഇത് നേരെ പോയിട്ട് നമ്മളെ കക്കാട് കൂരിയാട് ഭാഗത്തേക്കുള്ള റോഡാട്ടോ. കണ്ടില്ലേ ഞങ്ങൾ.